ഈ പയ്യൻ രഹസ്യമായി ഒരു ജോഡി ബൈനോക്കുലർ ഷർട്ടിൽ തിരികെ കടയിൽ നിന്നും പുറത്തേക്ക് കടന്നു. പക്ഷെ പെട്ടെന്ന് തന്റെ ഇളയ സഹോദരൻ അകത്തുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവനെ അന്വേഷിക്കാൻ വേഗം തിരിച്ചു. അപ്പോഴേക്കും ഒരു ഗാർഡ് അവനെ കണ്ടതും ഉടൻ അവൻ വേലിച്ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൻ രാത്രിയാകുന്നത് വരെ സഹോദരനെ തിരഞ്ഞു നടന്നു. പക്ഷെ എവിടെയും സഹോദരനെ കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചില്ല. അങ്ങനെ അവൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തന്റെ സഹോദരൻ ഡോറിന് മുന്നിൽ കിടക്കുന്നതാണ് കണ്ടത്. അവൻ മൂത്ത സഹോദരനെ ഒരുപാട് കാത്തിരുന്നെന്നും ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് വന്നതെന്നും മനസ്സിലായി. പക്ഷെ അമ്മ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. അവർ അമ്മയുടെ ജോലി സ്ഥലത്തേക്ക് പോയപ്പോൾ അമ്മ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ജോലി ഉപേക്ഷിച്ചു പോയെന്ന് ജീവനക്കാർ പറഞ്ഞു. പിന്നീട് ആ പയ്യൻ വീട്ടിലേക്ക് വന്ന് വീടിന് മുന്നിൽ അമ്മ അവരെ കുറിച്ച് വിഷമിക്കണ്ട എന്ന് ഒരു കുറിപ്പ് എഴുതി വെച്ചു. പിന്നെ അവർ രാത്രിയിൽ ഒരു പാർക്ക് ചെയ്ത കാറിലേക്ക് ഇഴഞ്ഞു കയറി അതിൽ തങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ കാറുടമ പെട്ടെന്ന് തിരിച്ചു വന്നു. അവരെ അവിടുന്ന് ആട്ടിയോടി. രാത്രി മുഴുവൻ അവർ പുലർച്ചെ വരെ അമ്മയെ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ ആ പയ്യൻ തന്റെ ഇളയ സഹോദരനെയും ചുമന്ന് വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. വീട്ടിലെത്തിയപ്പോൾ ലൈറ്റുകൾ തെളിഞ്ഞത് കാണുകയും അമ്മ മടങ്ങിയെത്തിയ സന്തോഷത്തിൽ രണ്ടാളും അകത്തേക്കോടി അമ്മയുടെ കൈകളിലേക്ക് വീണു. പക്ഷെ അമ്മയ്ക്കൊട്ടും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. പകരം അമ്മയുടെ പുതിയ എൻഗേജ്മെന്റ് റിംഗ് മാത്രമാണ് അവരെ കാണിച്ചത്. ഇത്ര ദിവസം ഒറ്റക്കായിട്ടും അവരെ പറ്റി എങ്ങനെയായിരുന്നു എന്ന് പോലും ഒരു വാക്ക് പോലും ചോദിച്ചില്ല. അവൻ വാതിൽക്കൽ വെച്ച കുറിപ്പ് പോലും ഒന്ന് തുറന്നു പോലും നോക്കിയിരുന്നില്ല. ഒടുവിൽ അവൻക്ക് മനസ്സിലായി അമ്മ സെൽഫിഷ് ആണെന്നും ഇതുവരെ അവരെ മര്യാദക്ക് നോക്കിയിട്ടില്ല എന്നും സ്നേഹിച്ചിട്ടില്ല എന്നുമുള്ളതും. അടുത്ത ദിവസം അവൻ അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സഹോദരനെയും കൂട്ടിയിട്ട് ഒരു ബസ്സിൽ കയറി വളരെ ദൂരം നടന്ന് ഒരു ഓർഫനേജിലെത്തി. അവന്റെ അമ്മ മരിച്ചു പോയിരിക്കുവാണെന്ന് അവൻ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്വയം പറഞ്ഞു. തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിന് പകരം ഓർഫനേജിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് അവൻക്ക് തോന്നി. കാരണം കുറഞ്ഞ പക്ഷം അവിടെയെങ്കിലും അവർക്ക് സ്നേഹവും വാത്സല്യവും ലഭിക്കുമായിരിക്കും.